ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതാണ്ട് രാവിലെ നല്ല മഴയാണ് കണ്ടോ. നിങ്ങൾക്കൊക്കെ അവിടെ മഴയുണ്ടോ എന്ന് പറയണേ. ഇവിടെ രാവിലെ തന്നെയല്ല, രാത്രി മുതലേ നല്ല മഴയായിരുന്നു. അവിടെ രാവിലെ എഴുന്നേക്കാനൊക്കെ ഒരുപാട് ലേറ്റായി. 8:30 ആയിട്ട് എഴുന്നേറ്റ് വന്നപ്പം നല്ല ഇടി കുടുങ്ങിയുള്ള മഴയായതുകൊണ്ട് നല്ല മൂടി പൊതച്ച് കിടന്നങ്ങ് ഉറങ്ങി. നല്ല രസമല്ലേ മഴയത്ത് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് എഴുന്നേക്കാൻ തോന്നിയില്ല. അപ്പൊ ഞാൻ പിന്നെ കിടന്ന് ഉറങ്ങി. ഇപ്പൊ കുറച്ച് ലേറ്റ് ആയി പോയി. ഞാൻ മാത്രല്ല, എന്റെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഇപ്പൊ എഴുന്നേറ്റ് വന്നുള്ളൂ. ഇപ്പൊ 9:30 ആയി. ഇപ്പോഴാണ് എഴുന്നേറ്റ് വന്നത്. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചിട്ടില്ല. കണ്ടോ മഴയുടെ ശക്തി കണ്ടോ. ഒരാൾ നിൽക്കണുണ്ടോ മഴ കണ്ടിട്ട്. മഴ കണ്ട് എഴുന്നേക്കാൻ തോന്നില്ലെന്നാ പറയണേ ഈ ആശാത്തിമാരൊക്കെ എന്നല്ല, ഈ ഒരു കുരുപ്പ് ഒരെണ്ണം എഴുന്നേറ്റും കൂടിയില്ല ഈ നേരമായിട്ട്. റൂണിമോക്ക് പിന്നെ മഴയാകുമ്പോ പേടിയാണ്. ഇടി കൊടുങ്ങല്ലോ. ഇടി കൊടുങ്ങി കഴിയുമ്പോ കൊച്ചിന് പേടിയാണ്. അതിലിടല് കൊടു, ഞാൻ അടി വെച്ച് തരുവേ. റൂണി കയറിപ്പോ. നമ്മുടെ ചീരത്തോരൻ റെഡിയായി കേട്ടോ. പിന്നെതാ നമ്മള് മീൻകറി വെക്കാൻ പോവാ. മീൻകറി വെക്കുന്നു, ചീരത്തോരൻ, പിന്നെ പപ്പടം. ഇതൊക്കെ ഉള്ളല്ലേ. പിന്നെ സാമ്പാറുണ്ട്. അവർക്ക് ഞാൻ വാരി കൊടുക്കണതാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ മീൻകറി ഒന്നും കഴിക്കില്ല കേട്ടോ. സാമ്പാർ പിന്നെ പപ്പ ഇതൊന്നും മേടിച്ചു തന്നു. ചുട്ട കശുവണ്ടി അല്ലേ, ചുട്ടതല്ല, അവരെന്തോ വറുത്തെടുക്കാന്ന് പറഞ്ഞു. നല്ല ടേസ്റ്റാ. നമ്മളെങ്ങനെയാ റൂണിയെ കുളിപ്പിക്കണ. അതിന്റെ ദിവസം മഴയോട് മഴയാണിതാ. നമ്മുടെ മീൻകറി അങ്ങനെ തിളച്ചോണ്ടിരിക്കണം കേട്ടോ. എന്റെ കൊച്ചിന് സാമ്പാർ കൂട്ടി ചോറ് കൊടുത്താൽ, സാമ്പാർ കൂട്ടി ചോറ് തിന്നേണ്ട കൊച്ചാണ് ഇതേ നടക്കണേ. മീൻകറി ഒന്നും കഴിക്കത്തില്ല. ചിക്കൻ മാത്രം കഴിക്കും, വേറെ ഒന്നും കഴിക്കത്തില്ല. ഞാൻ ഇന്നലത്തെ സാമ്പാർ ഒന്ന് ചൂടാക്കാൻ വെച്ചതാ കേട്ടോ. എന്നിട്ട് കൊച്ചിന് സാമ്പാർ കൂട്ടി ചോറ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്ക് കൊടുക്കാനുള്ള ചോറ് പിന്നെ സാമ്പാർ കൂട്ടിയിട്ട് കൊടുക്കാന്ന് വെച്ചു. പിന്നെ ഇതാ നമ്മുടെ മീൻകറി നമ്മളിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അവർക്ക് മീൻകറി ഒന്നും വേണ്ട കേട്ടോ. പിന്നെ നല്ല മഴയായിരുന്നു. രാവിലെ ഒന്ന് പെയ്തു, പിന്നെ കുറച്ചു മുമ്പേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. നല്ല ഇടി കുടുങ്ങിയാണ് മഴയൊക്കെ പെയ്തു. ഇപ്പം കുറച്ച് കുറവുണ്ട്, പക്ഷെ വെയിലൊന്നുമില്ല. നല്ല മൂടിയാണ് നിൽക്കണത്. നമുക്കിനി ഒന്ന് പുറത്ത് പോകാനുണ്ട്. ഇനി നമുക്കൊന്ന് ഫുഡ് കഴിക്കട്ടെ. ഞാൻ തലക്കടല്ല, മനഃപൂർവ്വം തലക്കടല്ല. അപ്പൊ കയ്യിൽ തെറ്റിപ്പോയി. ഡാൻസ് കളിക്കണ. ഹലോ, അപ്പൊ നമ്മള് ഒബ്രുമാളി പോവാട്ടെ. നമ്മൾ ഇന്ന് പോണെന്ന് വിചാരിച്ചത് അക്ഷയയിലും PK-യിലും ആണ്. പക്ഷെ നമുക്ക് സാഹചര്യങ്ങളുടെ സാഹചര്യങ്ങൾ പല സാഹചര്യങ്ങളും കാരണം നമുക്ക് ഒബ്രുമാളിലേക്ക് തന്നെ പോവാൻ പോവാണ്. നമ്മളിപ്പോ ഒബ്രുമാളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കും. ഞാൻ എവിടെ കുത്തിയിരിക്കുക. അപ്പൊ റെഡി ആയിട്ടിരിക്കുകയാണ്. വണ്ടി വന്നിട്ടില്ല. വണ്ടി നമ്മൾ ബുക്ക് ചെയ്തു. വണ്ടിക്കാരൻ എന്താണോ അറ്റൻഡ് ചെയ്തിട്ടില്ല. വണ്ടി ബുക്ക് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അത് വന്നേ. എന്റെ ചുന്തിരി കൊച്ചിനെ കണ്ടോ? എന്റെ ചുന്തിരി പിള്ളേരെ കണ്ടോ? മൈക്ക് ടെസ്റ്റ് ചെയ്തതാണ്. അപ്പൊ നമുക്ക് ഇനി ഒബ്രുമാളിൽ വെച്ചിട്ട് നമ്മൾ പോവാണ്. ഒബ്രുമാളിലേക്ക് നടക്കും. നമ്മൾ വണ്ടിയൊന്നും ബുക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടിയില്ല. 13 മിനിറ്റ് കാണിക്കും. നമുക്ക് ഇവിടുന്ന് നടക്കാനുള്ള വഴിയുള്ളൂ. അപ്പം ദൂരമുള്ളൂ. അപ്പൊ നമ്മൾ കുറച്ച് നടന്നു പോവാന്ന് വെച്ചു. നമുക്ക് നടന്നു പോവാം. വീഡിയോയിൽ കാണിക്കാത്ത കൊച്ചിനെ കാണിക്കാൻ കൊച്ചിന്റെ പുറവശം മാത്രമേ, ബാക്ക് വശം മാത്രമേ കാണുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല. എന്റെ കൊച്ചിനെ കാണിക്കട്ടെ. എന്റെ ഫ്രണ്ടാണ് ഇത്. എന്റെ ഫ്രണ്ട്, എന്റെ മോളല്ല കേട്ടോ.
ആനിക്കവള അതിനെന്ത് ചക്കാണ് നമ്മൾ പറയാ? ആനശ്ക്ക് ചക്കയോ ആനിച്ചക്കയോ എന്തിനാ എന്റെ പാൻറ് മഴയാണ്. മഴക്കാറും ഒരു കുറവില്ല കേട്ടോ, ഭയങ്കര മഴയാണ്. മഴ പെയ്തെന്താക്കി? ഇപ്പൊ മഴ പെയ്താൽ നമ്മള് മഴ വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകും, അത്ര തന്നെ. അത് ഓടി വീട്ടിൽ പോകും. അപ്പൊ ഇവിടെ മൂക്കും കുത്തി കിടക്കും. അതെ, ആ റോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി എന്തെങ്കിലും കിട്ടി. ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് വെറുതെ. ഞാൻ അതന്നെയല്ലേ മലയാളത്തിൽ പറഞ്ഞു, ഇംഗ്ലീഷിലൊന്നും അല്ലല്ലോ പറഞ്ഞു. നമ്മ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മമ്മ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടന്നു തന്നെ. സെലിബ്രിറ്റി അതാ ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കട്ടെ. ആ വഴിക്ക് മൊത്തം തിരക്കാ, വണ്ടി തിരക്കായതുകൊണ്ട് പോക്കെടുക്കില്ല. ഇതാണ് നമുക്ക് പെട്ടെന്ന് എത്താം. തിക്കും തിരക്കുണ്ടാവും. അമ്മ വഴി തെറ്റി. ഈ ഒരു പട്ടിക്കാട്ടിൽ കൊണ്ടുപോയി ഒബ്രോമോൾ വെച്ചേക്കണേ. പട്ടിക്കാട്ടിൽ ഒബ്രോമോൾ പട്ടിക്കാട്ടിലാണ്. കൊറേ നടക്കുവാണ് കേസ്. കൊറേ വീടുകളുണ്ട്. ഞാൻ ആദ്യം മമ്മിയെ പറ്റിച്ചു. വഴിയൊന്നും നമുക്ക് അറിയില്ല കേട്ടോ, നമ്മളെ ചോദിച്ചാണ് ആ വഴി പോവാണ് ഇപ്പൊ എത്തിയേനെ. മമ്മി ഇപ്പൊ കുറുക്ക് വഴി സ്വീകരിച്ചിട്ട് നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കണേ. അവിടെ കുറച്ചും കൂടി നടന്നിട്ട് കണ്ടില്ലേ, ഏതായാലും സെയിമാണ്. ആ അപ്പു കിടക്കണുണ്ട്. അപ്പു മുമ്പിൽ നടന്ന് ഞാൻ പക്ഷെ ഒരു വഴിയാണ്. നമ്മൾ അവിടെ ചെന്നിട്ട് കുറച്ചങ്ങ് നടക്കണ്ടേ. ഞാനും മമ്മി എപ്പോഴും ഒരുപോലെ നടക്കണം. എനിക്ക് സ്പീഡുണ്ട്, എന്നാലും എപ്പോഴും അപ്പവും പപ്പയും മുമ്പിൽ പോകും. നമ്മള് ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിട്ട് ഓബ്രോണില് ഫസ്റ്റ് ഫ്ലോറിൽ പപ്പ ഇവിടെ എവിടെയോ വെയിറ്റ് ചെയ്യണ്ടെന്നാ പറഞ്ഞു. നോക്കട്ടെ. നമ്മള് ട്രെൻഡ്സിലെത്തി കേസ്. നമ്മള് ട്രെൻഡ്സിൽ വന്നതാണ്. പപ്പ ഇത് എവിടെയാണോ ഒന്ന് വിളിച്ചു നോക്കി കൂടെ നീ.
എനിക്കിത് കണ്ടപ്പോൾ ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ എടുത്തത്. ഞാൻ കുടുവിനോട് പറയില്ല, കുടു തന്നെയല്ലേ എനിക്ക് എടുത്തു തന്നത്. അവളൊരു വേസ്റ്റ് ബിൻ മേടിച്ചത് ഗൈസ്, അപ്പുട്ടി ഒരു വേസ്റ്റ് ബിൻ മേടിച്ചതാണേ. പിന്നെ പേഴ്സണൽ ഡോക്യുമെന്റ്സ് ഒക്കെ വെക്കാൻ വേണ്ടി നമുക്ക് ഫയലാണ്. പിന്നെ അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നല്ല സാധനം കേട്ടോ. എന്നാലും മമ്മിയുടെ ചെയ്തോണ്ട് എനിക്കറിയാൻ പാടില്ല. എനിക്കൊരു കളർ സ്കെച്ച് പെൻ മേടിച്ചു. റൂണിക്ക് മാത്രം ഒന്നും മേടിച്ചില്ല. പിന്നെ ഒരു ഡംബല്, ഇത് അപ്പൂര് തിന്നു വെക്കാനാണെന്നാണ്. പിന്നെ ഒരു പെൻസിൽ കളർ, വീണ്ടും ഒരു പെൻസിൽ കളർ. പിന്നെ മമ്മിക്ക് സ്റ്റിച്ചിങ് കിറ്റ് ഇതിലെല്ലാം ഉണ്ട്. പിന്നെ റെയിൻ കോട്ട് മമ്മിക്ക് അല്ലേ. പിന്നെ ഫോം ഗിഫ്റ്റ്, പിന്നെ വീണ്ടും ഒരു ടിഷ്യൂ, പിന്നെ വീണ്ടും ഒരു സ്കെച്ച്. ഓക്കെ, ഇത്രയുള്ളൂ. പിന്നെ കൂട് വാങ്ങിച്ച കപ്പറേഷൻ തരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പാവല്ലേ മമ്മക്ക് കൊടുത്തിട്ട്. പിന്നെ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ വീണ്ടും അതുപോലത്തെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സിലോട്ട് തിരിയാം. ആദ്യം ഇത് ആരുടെയാണാവോ? അത് മമ്മിയുടെ. ഇത് എന്റെയാണ്. ഇത് എന്റെ ഗൈസ് പാന്റ്. ഇത് ഞങ്ങൾ രണ്ടുപേരും മാച്ചിങ് ആണ്. ഇല്ല, പിന്നെ ഇത് ഇതിന്റെ ടോപ്പാണ്. ഇതിന്റെ ടോപ്പ് ഇതെനിക്ക് മമ്മി ടോപ്പ് പഠിച്ചത്. പിന്നെ ഇത് ഒരു കളർ എനിക്ക്. അതിന്റെ പാന്റ് അപ്പൊ ആണോ? പക്ഷെ നല്ല നല്ല അടിപൊളിയാണ്. ഇത് പപ്പ മേടിച്ചു. 40 തന്നെയാണ് എടുത്തത്. 40 ആണ് എടുത്തത്. നോക്കിയേ, എന്റെ 40 പിന്നെ ഒരു മമ്മിയുടെ ചെരുപ്പ് വെച്ചത്. ഗേസ്, ഞാൻ 2 ചെരുപ്പ് എടുത്തു. എന്റെ വീഡിയോ എടുത്തില്ല. എന്റെ വീഡിയോ എടുത്തില്ല, കയറിയിട്ട് ഇപ്പൊ വീഡിയോ എടുക്കാൻ പറ്റുപോയി. ഒരു ഷൂ തേക്കുന്ന സാധനം. ഷൂ പോളിഷ്. ഞാൻ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ചെരുപ്പ്, മമ്മിയുടെ ഡ്രസ്, പിന്നെ ഈ ഒരു ചെരുപ്പ്, പിന്നെ ഇത് മമ്മിയുടെ ഡ്രസ്. ഞാൻ നിവർത്തി കാണിക്കുന്നു. ഒരാളത് കണ്ടു നോക്കിയിരിക്കുന്നു. ഇത് മമ്മിയുടെ ഡ്രസ്, ഇത് മമ്മിയുടെ ഡ്രസ്, ഇതെന്റെ ക്യൂട്ട് ഡ്രസ്. അപ്പു ഇത് ഇട്ടപ്പോ അമ്മ ക്യൂട്ട് ബേബി ആയിരുന്നു. അപ്പുവിന്റെ ടോപ്പ്. അപ്പു തന്നെ അപ്പുനെ പുകഴ്ത്തുന്ന. ഇതിന്റെ ജെൻസി അപ്പുവിന് ആദ്യം എത്ര അടിപൊളി ഡ്രസ്. ഇത് ഇത് ഒരു കളയാണ് കേട്ടോ. ആണോ? അപ്പൊ 2 ബ്ലൂ പാന്റ് അല്ല കിട്ടിയ, ജീൻസ് അല്ല കിട്ടിയ. ഒരാള് പിണങ്ങിയിരിക്കും. എന്റെ കൊച്ചിന് മാത്രം എന്തടി? അപ്പൊ അപ്പക്ക് ഇന്നലെ തന്നെ നമ്മൾ പോയി എടുത്തായിരുന്നു. പിന്നെ നമ്മൾ 2 ടിഷ്യൂ. അതെ, നമ്മുടെ റൂണിയെ മേടിച്ചു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ.